സമസ്ത മുഷാവറ യോഗത്തിലെ തർക്കത്തിൽ വിശദീകരണവുമായി ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്ന് ബഹാവുദ്ദീൻ നദ്വി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവർത്തിച്ചു. സമസ്തയുടേതെന്ന പേരിൽ വന്ന വിശദീകരണം വസ്തുതയല്ല. എടവണ്ണപ്പാറ പ്രസംഗത്തിൽ ഉമർ ഫൈസി ആരെയാണ് വിമർശിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, ബഹാവുദ്ദീൻ നദ്വി ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെ വ്യക്തമാക്കിയതാണ്. അന്നിറങ്ങിയ വാർത്താക്കുറിപ്പ് അത് വസ്തുതയല്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഉമർ ഫൈസി മുക്കം വന്ന് സാദിഖ് അലി തങ്ങൾക്ക് നേരെ നടത്തിയതെന്ന് പറയപ്പെടുന്ന പരാമർശം അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിനെതിരെയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആർക്കെതിരെയാണ് എന്ന് പറയണമെന്നൊക്കെ പറഞ്ഞതിലൂടെ കൃത്യമായി തന്നെ ബഹാവുദ്ദീൻ നദ്വി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വിശദാംശങ്ങൾ? അസ്ലം, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയാണ് മുഷാവറയിലെ കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞത് എന്ന രീതിയിൽ പ്രചരണം നടക്കുന്നത്. മുഷാവറയിൽ നടക്കുന്ന പൊട്ടിത്തെറിയും ജിഫ്രി ഇറങ്ങിപ്പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞത് പിന്നെ ബഹാവുദ്ദീൻ നദ്വിയാണെന്നുള്ള പ്രചരണമുണ്ട്. അത് സംബന്ധിച്ച് നടപടി എടുക്കണമെന്ന ആവശ്യം ഉമർ ഫൈസി അടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള വിശദീകരണം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് താൻ മുഷാവറയിലെ കാര്യങ്ങൾ പുറത്തു പറയുകയല്ല ചെയ്തത്, പകരം താനാണ് ഉമർ ഫൈസിയോട് മുഷാവറയിൽ പുറത്തു പോകാൻ പറഞ്ഞത് എന്ന് ചില ചാനലുകൾ വാർത്ത വന്നിരുന്നു. അത് നിഷേധിച്ചുകൊണ്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വസ്തുത പറയേണ്ടി വന്നതാണല്ല. താൻ ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞല്ല എന്ന് അദ്ദേഹം ഒന്ന് വിശദീകരിക്കുന്നു. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉമർ ഫൈസി ഉണ്ടാക്കിയ പ്രകോപന പ്രസ്താവനയെ കുറിച്ചും ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയതിനെ കുറിച്ചൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നുകൂടി ഈ പ്രസ്താവന അല്ലെങ്കിൽ സമസ്ത ഓഫീസിന്റേതായി വന്ന വാർത്താക്കുറിപ്പ് വസ്തുതാപരമല്ല, അത് ശരിയല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെയാണ് താൻ എതിർത്തത് എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം, വളരെ ഗൗരവപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉമർ ഫൈസിയുടെ വിശദീകരണം സാദിഖ് അലി തങ്ങളുടെ മാനന്തവാടി പരാമർശത്തെ കുറിച്ചുള്ള വിശദീകരണത്തിൽ സാദിഖ് അലി തങ്ങളെ അല്ല എന്ന വിശദീകരണമാണ് സമസ്തയ്ക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ അല്ല എങ്കിൽ ആരെക്കുറിച്ചാണ് ഇടവണ്ണയിലെ പ്രസംഗത്തിൽ പരാമർശിച്ചത്, വിമർശിച്ചത് എന്ന് പറയാനുള്ള ബാധ്യത ഉമർ ഫൈസിക്കുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ ഉമർ ഫൈസിയെ വീണ്ടും ചോദ്യമുനയിൽ നിർത്തുകയാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. അതോടൊപ്പം തന്നെ താനല്ല ഈ രഹസ്യങ്ങൾ പുറത്തുവിട്ടതെന്ന കാര്യം വിശദീകരിക്കുന്നു. സമസ്തയുടെ വാർത്താക്കുറിപ്പ് ശരിയല്ല എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. ശരി അസ്ലം, എന്തായാലും സമസ്ത മുഷാവറ യോഗത്തിൽ നടന്ന തർക്കവുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന വാർത്തകളിൽ ഒരു വിശദീകരണം നൽകുകയാണ് ബഹാവുദ്ദീൻ നദ്വി.